ആരാണ് നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമർ? അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റമറെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം ഗൂഗിൾ റിവ്യൂ മുതൽ ഇന്ന് കംപ്ലീറ്റ് കമൻറ്റോളികളാണ്. അപ്പോൾ ഒരു വ്യവസായം നടത്തി അത് വിജയിപ്പിക്കാൻ ഈ ഓണർ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നുകൊണ്ടൊന്നും സംഗതി നടക്കില്ല. കാരണം കുറേ ആളുകളുടെ ഒരു ടീം വർക്കാണ് ഹോട്ടൽ എന്ന് പറയുന്നത് തന്നെ. ഇത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ടീം വേണം. അവർ ചെയ്യുന്ന കുരുത്തക്കേടിനും ഈ ഹോട്ടൽ ഓണർ തന്നെ ഫൈൻ അടക്കേണ്ടി വരും. കാരണം ഞാനൊക്കെ അതിൻ്റെ ഇരയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ബിസിനസ് ചെയ്യുമ്പോൾ അത് സക്സസ് ആവാത്തതിൻ്റെ പല കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ചെറിയ കട, ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള, ഞാൻ വലിയ പ്രീമിയം പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വേറൊരു ലെവലാണ്. അതിനെക്കുറിച്ച് വേറെ ക്ലാസ്സുകൾ തന്നെ നമ്മൾ ഇതിൽ ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു 80% സാധാരണക്കാരാണ്. പിന്നെ 14% ഒരു അത്യാവശ്യം ക്ലാസ് ഒരു പ്രീമിയമാണ്. ബാക്കി 4% അൾട്രാ പ്രീമിയം ആളുകൾ. അപ്പോൾ നമ്മൾ 80% നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ആളുകൾ. അപ്പോൾ നല്ല ഫുഡാണെങ്കിൽ ചില സമയത്ത് അൾട്രാ പ്രീമിയം ആളുകളും പാർസൽ മേടിച്ച് പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഇത്. അപ്പോൾ നമ്മളെ കസ്റ്റമർ ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു കൊച്ചു കട ചെയ്തു. ഒരു ഉദാഹരണം, അരിഭക്ഷണം നമ്മൾ നിത്യാഹാരമായതുകൊണ്ട് ബിരിയാണീനെ കുറിച്ചിട്ട് തന്നെ നമുക്കത് പറയാം. അപ്പോൾ ഒരാൾക്ക് ആ ഭാഗത്ത് കഴിച്ചാൽ കിട്ടുന്ന ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ അവന് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കഴിക്കാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ആ ഡിസൈനിലൂടെ നമുക്ക് കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കസ്റ്റമർക്ക് നമ്മൾ ഇരുത്തി കൊടുക്കാൻ നോക്കരുത്. കാരണം ചീപ്പ് കസ്റ്റമർ ഉണ്ട്, പ്രീമിയം ഉണ്ട്, അൾട്രാ പ്രീമിയം ഉണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഇരുത്തി കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ അവരേക്കൊന്ന് ഒരു 20 രൂപ കൂടുതൽ ചോദിച്ചാൽ പിന്നെ തെറി അഭിഷേകമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടത് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമ്മളതിന് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ബിരിയാണിയിലെ ഇങ്ങനെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു 3 മുതൽ 5 ഡിസൈൻസ് ഞാൻ ഉണ്ടാക്കി. 100 രൂപയ്ക്ക് കഴിക്കുന്നതിൽ ഒരു നല്ല സാധനം, ഒരു നല്ല ബിരിയാണി, അത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അവർ കഴിച്ചാൽ ക്വാളിറ്റി തോന്നുന്ന ഒരു മസാല, റൈസ്, കാര്യങ്ങളൊക്കെ. പ്രീമിയമാണോ 100 രൂപ എന്നുള്ളത് ഒരു 130 രൂപയ്ക്ക് കുറച്ചുകൂടെ പ്രീമിയം. അതിനേക്കാൾ പ്രീമിയം വേണോ 150 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് ഒരേ ഇതിൽ തന്നെ 3 ടൈപ്പ് ഓഫ് കസ്റ്റമറെ നമുക്കൊരു പാർസൽ കൗണ്ടറിൽ നിന്ന് സംതൃപ്തി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെ 3 സ്റ്റൈല് ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഓടും. കാരണം അവരെ സംബന്ധിച്ച് ഒരു ബിരിയാണി തന്നെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റാണ്. അതും നന്നായാൽ പഠിച്ചവന് ഭാഗ്യം. കാരണം പള്ളിയിലെ കാര്യം അള്ളാഹ് അറിയാന്ന് പറഞ്ഞ പോലെ അവർക്ക് അറിയാം അവരുടെ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഇപ്പോഴത്തെ കുക്കുമാരുടെയൊക്കെ അവസ്ഥ ഇതാണ്. അവർക്ക് ഒരു ബിരിയാണി തന്നെ വെച്ച് വിജയിപ്പിച്ച ഭാഗ്യം. കാരണം അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ പ്രൈസിന് കൊടുക്കണമെങ്കിൽ എന്ത് മെറ്റീരിയൽ അതിൽ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിലാണ്. കസ്റ്റമറും ബുദ്ധിമാനാണല്ലോ, ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ് ഈ കസ്റ്റമറും. അപ്പോൾ അവരെ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആക്കുന്ന, നാവിൽ നല്ല രുചി നൽകാൻ പറ്റുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ കുറച്ച് പഠിച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രെയിനിങ് എടുത്ത ആളുകൾക്കേ പറ്റൂ. അല്ലാത്തവർ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓക്കെ, നാളെ സൂപ്പർ, മറ്റന്നാൾ അവിടെ പൊടി, ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ അതിന് എന്നെ പോലെയുള്ള ആളുകളെ സമീപിച്ച് കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ആ ഹോട്ടലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 100ൻ്റെ ഡിസൈൻ, 150ൻ്റെ ഡിസൈൻ, അത് കഴിച്ചു നോക്കിയാലും ഇത് വേറെ സാധനമാണല്ലോ, അങ്ങനെ നമുക്ക് പറയിപ്പിക്കാനും അതിൻ്റെ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാനും പറ്റും. അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ളത് ഇവർ കടയിൽ പോയിട്ട് ചോദിക്കുക. ഏറ്റവും നല്ല ബെസ്റ്റ് ബിരിയാണിയുടെ അരി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും കടയിൽ പോയിട്ട്. കടക്കാരൻ എന്താ പറയുക, അവൻ കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഏത് അരിച്ച് അവൻ പറയും ഇതാണെന്ന്. അവൻ വല്ലതും പറഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണത്? കാരണം ഓരോ അരികളും ചൂടിനനുസരിച്ച്, തണുപ്പിനനുസരിച്ചിട്ട്, നാടിനനുസരിച്ചിട്ടൊക്കെ ഒരുപാട് അരികളുണ്ട്. 100ന് മേലെ ഇങ്ങനെ എണ്ണാവുന്ന തരം അരികളുണ്ട്. ഇതിൻ്റെ ഒക്കെ നേച്ചറും സ്വഭാവവും
ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും ഓരോരോ യൂസിനാണ്. ഇപ്പോൾ നമ്മൾ ഇരുമ്പ് മാല അണിഞ്ഞ് നടക്കില്ലല്ലോ, സ്വർണ്ണമാലല്ലേ കൂടുതൽ അണിഞ്ഞ് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? രണ്ടും മെറ്റലല്ലേ. അതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ അരികൾക്കൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്, അതിന് ഓരോ നേച്ചറുണ്ട്, സ്വഭാവമുണ്ട്. ഇതിനനുസരിച്ചിട്ട് വെക്കാൻ അറിയുന്ന ആളുകൾ 99% ഇല്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇതറിയാത്ത ആളുകൾ ഇതൊക്കെ വെക്കുമ്പോൾ ഫുഡ് കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ അവരെ കൊണ്ട് വ്യത്യസ്ത ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ ചെയ്യുകയാണെങ്കിൽ ഇത് ആദ്യം അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ മറ്റുള്ള ഷവർമ ഇതുപോലുള്ള കാര്യങ്ങൾ കിടക്കാത്തത് മിനിമം 2 നേരമെങ്കിലും സെല്ല് ചെയ്യുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ചർച്ച ചെയ്താൽ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കതിൽ ശരിയായിട്ടുള്ള സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കൊക്കെ ഈ ചെറിയ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻസ് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആവും. അതുപോലെ നല്ല ഇൻഫർമേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ അത് കിട്ടുകയും ചെയ്യും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ക്ലാരിറ്റിയിൽ പഠിക്കുക, എന്നിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുക. വിജയം ഉറപ്പാണ്. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.